Hi friends, welcome back to my YouTube channel R&D Creations. ഞാൻ റീജ ദിലീഷ്. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ റിവിഷനാണ് ചെയ്യുന്നത്. പ്രസൻറ്റ് ടെൻസിലുള്ള 4 ടൈപ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ 4 ടൈപ്സും നമ്മൾ 4 ക്ലാസ്സുകളിലായി പഠിച്ചു കഴിഞ്ഞതാണ്. ഇന്ന് നമ്മൾ ആ 4 ടെൻസും ഒരൊറ്റ ക്ലാസ്സിൽ 4 ടെൻസും റിവിഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് എടുത്തിട്ട് ആ സെൻറ്റൻസിനെ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതും. അതിനുശേഷം കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇങ്ങനെ 4 ടൈപ്പിലാക്കി നമ്മൾ എഴുതും. ഈ ക്ലാസ് കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ടെൻസ് നല്ല തറവായിട്ട് മനസ്സിലാവും. നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഞാൻ ഇംഗ്ലീഷ് എഴുതുന്നു. ഐ റൈറ്റ് ഇംഗ്ലീഷ്. ഐ ആം റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലേക്കാണ് മാറ്റേണ്ടത്. ഐ ഹാവ് റിട്ടൺ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. പെർഫെക്റ്റ് ടെൻസിൽ നമ്മളൊരു കാര്യം ഫിനിഷ് ആക്കി എന്ന് പറയാനാണ്, ഫിനിഷ് ചെയ്തു എന്ന് പറയാനാണ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് എന്ന് പറയണം. ഐ ഹാവ് റിട്ടൺ ഇംഗ്ലീഷ്. ഇനി പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാനാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് പറയണം. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് സിൻസ് മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് പഠിച്ച ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോൾ മുതൽക്കാണ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ടൈം കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിൻസ് മോർണിംഗ് എന്ന് നമ്മൾ ഈ സെൻറ്റൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം രാവിലെ മുതലേ ഞാൻ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് സിൻസ് മോർണിംഗ്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ യു റൈറ്റ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്നു. യു ആർ റൈറ്റിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരിക്കുന്നു. യു ഹാവ് റിട്ടൺ ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. യു ഹാവ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് സിൻസ് മോർണിംഗ്. നിങ്ങൾ രാവിലെ മുതൽ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഐ ആകുമ്പോൾ നമ്മൾ ഓക്സിലറി വേർബ് ആം എന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ യു ആകുമ്പോൾ ഓക്സിലറി വേർബ് ആർ എന്നാകും. വേറെ ചേഞ്ചൊന്നും വരുന്നില്ല. വേർബിൻ്റെ കൂടെ നമ്മൾ ING തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ യുവിൻ്റെ കൂടെയും ഹാവ് റിട്ടൺ എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിലും വേറെ ചേഞ്ചൊന്നും വരുന്നില്ല. യു ആണെങ്കിലും നമ്മൾ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് തന്നെയാണ് എഴുതുന്നത്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ്, യു ഹാവ് ബീൻ റൈറ്റിംഗ്. ഇനി അവർ ഇംഗ്ലീഷ് എഴുതുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ ദേ റൈറ്റ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് എഴുതുന്നു. ദേ ആർ റൈറ്റിംഗ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ദേ ഹാവ് റിട്ടൺ ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ദേ ഹാവ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ദേ ആർ റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദേ ഹാവ് റിട്ടൺ ഇംഗ്ലീഷ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ദേ ഹാവ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇനി ഞങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ വി റൈറ്റ് ഇംഗ്ലീഷ്. വി ആർ റൈറ്റിംഗ് ഇംഗ്ലീഷ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. വി ഹാവ് റിട്ടൺ ഇംഗ്ലീഷ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഞങ്ങൾ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. വി ഹാവ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് ഈ യു അല്ലെങ്കിൽ വി, ദേ എന്നൊക്കെ പറയുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് ആളുകളുടെ പേരുകൾ കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് 2 ആളെ പേര് പറയണമെങ്കിൽ മീന ആൻഡ് നീന ആർ റൈറ്റിംഗ് ഇംഗ്ലീഷ്. മീനയും നീനയും ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരിക്കുന്നു. മീന ആൻഡ് നീന ഹാവ് റിട്ടൺ ഇംഗ്ലീഷ്. മീനയും നീനയും ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. മീന ആൻഡ് നീന ഹാവ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. മീനയും നീനയും ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു.
സോ ഈ എക്സാമ്പിൾസിലെല്ലാം നമ്മൾ പ്ലൂറലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഐ, യു, ദേ, വി ഇതെല്ലാം സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോഴുള്ള കേസുകളാണ്. ഇതിലെങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹീ, ഷീ, ഇറ്റ് ഇതാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ടെൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവൻ ഇംഗ്ലീഷ് എഴുതുന്നു എന്ന് പറയാൻ ഹീ റൈറ്റ്സ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഹി ഈസ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹി ഹാസ് റിട്ടൺ ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ നമ്മൾ റൈറ്റ് എന്നുള്ള വേർഡ് ശ്രദ്ധിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മൾ വേർബിൻ്റെ കൂടെ എസ് ചേർക്കാറില്ല. ഐ, യു, ദേ, വി ഈ കേസിലെല്ലാം നിങ്ങൾ നോക്കിയാൽ റൈറ്റ് എന്ന് പറയുന്ന വേർബ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ റൈറ്റ് ഇംഗ്ലീഷ്, യു റൈറ്റ് ഇംഗ്ലീഷ്, ദേ റൈറ്റ് ഇംഗ്ലീഷ്, വി റൈറ്റ് ഇംഗ്ലീഷ്. പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹീയും ഷീയും ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഹി റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, ഇറ്റ് റൈറ്റ്സ്. റൈറ്റിൻ്റെ കൂടെ എസ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇസ് എന്നുള്ള ഓക്സിലറി വേർബും നമ്മൾ ശ്രദ്ധിക്കണം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഐൻ്റെ കൂടെ ആം എന്നുള്ള ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് ദേ, യു, വി ഇത് മൂന്നുമാകുമ്പോൾ നമ്മൾ ആർ എന്നുള്ള ഓക്സിലറി വേർബാണ് ഉപയോഗിച്ചത്. പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹീ, ഷീ, ഇറ്റ് ആകുമ്പോൾ നമ്മൾ ഇസ് എന്നുള്ള ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. ഹി ഈസ് റൈറ്റിംഗ്, ഷീ ഈസ് റൈറ്റിംഗ്, ഇറ്റ് ഈസ് റൈറ്റിംഗ് എന്നാണ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എഴുതുമ്പോഴും സിംഗുലർ ആകുമ്പോൾ സബ്ജക്റ്റ് ഹീ, ഷീ, ഇറ്റ് ആകുമ്പോൾ ഓക്സിലറി വേർബിന് ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ ഐ, യു, ദേ, വി ആകുമ്പോൾ ഹാവ് എന്നുള്ള ഓക്സിലറി വേർബാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ ഹാസ് എന്നുള്ള ഓക്സിലറി വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഹി ഹാസ് റിട്ടൺ ഇംഗ്ലീഷ്, ഷീ ഹാസ് റിട്ടൺ ഇംഗ്ലീഷ്, ഇറ്റ് ഹാസ് റിട്ടൺ ഇത് എഴുതിയിട്ടുണ്ട്. ഷീ ആണെങ്കിൽ അവൾ എഴുതുന്നു എന്നാണെങ്കിൽ ഷീ റൈറ്റ്സ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് എഴുതുന്നു. അതിലും റൈറ്റ് എന്നുള്ള വേർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം. കാരണം സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഷീ എന്നുള്ളതിന് പകരം നമ്മളൊരു പേരാണ് പറയുന്നതെങ്കിൽ ആനി റൈറ്റ്സ് ഇംഗ്ലീഷ്. ആനി ഇംഗ്ലീഷ് എഴുതുന്നു. ആനി ഈസ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആനി ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഹാസ് റിട്ടൺ ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നമുക്ക് ഇറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ഇറ്റ് വർക്ക്സ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വർക്കിംഗ്. ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഹാസ് വർക്ക്ഡ്. ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാസ് വർക്ക്ഡ് മീൻസ് കഴിഞ്ഞതാണ്, ഫിനിഷ് ആയതാണ്. അപ്പോൾ ഇത് മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാനാണ് നമ്മൾ ഇറ്റ് ഹാസ് വർക്ക്ഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ വർക്കിംഗ് മീൻസ് ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ ഈ, ഷീ, ഇറ്റ് ഇവ സബ്ജക്റ്റായി വരുമ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എഴുതാൻ വേണ്ടി ഇസ് പ്ലസ് വേർബിൻ്റെ കൂടെ ING ചേർക്കുകയാണ്. പെർഫെക്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടി ഹാസ് എന്നുള്ള ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. ഹാസ് പ്ലസ് വേർബിൻ്റെ പാർട്ടിസിപ്പിൾ ഫോമും. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കാൻ വേണ്ടി ഹാസ് ബീൻ പ്ലസ് വേർബിൻ്റെ ING ഫോമും കൂടി എഴുതുകയാണ്. ഇനി നമുക്കൊരു ചെറിയ ചാർട്ട് ഉണ്ടാക്കാം. ഈ ചാർട്ട് നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ നിങ്ങൾ പാസ് ചെയ്യുന്ന എപ്പോഴും കാണാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓരോ ടെൻസും പഠിക്കാൻ സാധിക്കും. കാരണം നമ്മളെപ്പോഴും ഇതിങ്ങനെ കാണുമല്ലോ. അപ്പോൾ നമുക്ക് വലിയ സ്ട്രെയിനൊന്നുമില്ലാതെ തന്നെ പല പ്രാവശ്യം ഒരേ കാര്യം കാണുമ്പോൾ നമുക്കത് മനസ്സിൽ പതിയല്ലോ. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചാർട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ സെൻറ്റൻസ് എങ്ങനെ എഴുതാം എന്നുള്ള നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മളൊരു ചാർട്ടിലേക്ക് മാറ്റുകയാണ്. സോ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഐ, യു, ദേ, വി ഇത് നാലുമാണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ നമ്മൾ വേർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുന്നത്. റൈറ്റ്, റീഡ്, സ്പീക്ക്, ലിസൺ, ടീച്ച്, സ്റ്റഡി എന്നൊക്കെയുള്ള വേർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ റൈറ്റ്, ഐ സ്റ്റഡി, ഐ റീഡ്, ഐ ലിസൺ, ഐ ടീച്ച്
അങ്ങനെ വേർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് എന്നിവയാകുമ്പോൾ നമ്മൾ ബേസ് ഫോമിനോട് കൂടി ഒരു എസ് കൂടി ആഡ് ചെയ്യും. റൈറ്റ്സ്, റീഡ്സ്. അങ്ങനെ ഹി റൈറ്റ്സ്, ഷീ റീഡ്സ്, ഇറ്റ് വർക്ക്സ്, ഹി ടീച്ച്സ്, ഷീ ലിസൺസ്. അങ്ങനെ നമ്മൾ എസ് കൂടി വേർബിനോട് കൂടി ആഡ് ചെയ്യണം. ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ആം എന്ന ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. പ്ലസ് വേർബ് അതിൻ്റെ കൂടെ ING ഫോം, ഐ ആം റൈറ്റിംഗ്. ഇനി യു ആണെങ്കിൽ യു, ദേ, വി. ഇതിന് മൂന്നിനും ഒരേ സ്ട്രക്ചറാണ്. യു, ദേ, വി ആണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ നമ്മൾ ആർ എന്ന ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. പ്ലസ് വേർബ് പ്ലസ് ING. യു ആർ റൈറ്റിംഗ്, ദേ ആർ റൈറ്റിംഗ്, വി ആർ റൈറ്റിംഗ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഐ, യു, ദേ, വി ഇത് നാലുമാണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ നമ്മൾ ഹാവ് പ്ലസ് ഹാവ് എന്ന ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. ഹാവ് പ്ലസ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വേർബ്. ഐ ഹാവ് റിട്ടൺ, യു ഹാവ് റിട്ടൺ, ദേ ഹാവ് റിട്ടൺ, വി ഹാവ് റിട്ടൺ. ഇനി പെർഫെക്റ്റ് ടെൻസിൽ തന്നെ ഹി, ഷീ, ഇറ്റ് ഇതാണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ ഹി ഹാസ് റിട്ടൺ, ഷീ ഹാസ് റിട്ടൺ, ഇറ്റ് ഹാസ് റിട്ടൺ. ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ ഹാസ് എന്ന ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. പ്ലസ് വേർബിൻ്റെ പാർട്ടിസിപ്പിൾ ഫോം. ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. ഈ ടെൻസിൽ ഐ, യു, ദേ, വി ഇത് നാലുമാണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ നമ്മൾ ഹാവ് ബീൻ എന്ന ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. ഹാവിൻ്റെ കൂടെ ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. I have been writing, you have been writing, they have been writing, we have been writing. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ടെൻസിലെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നോക്കാം. അതിൽ നമ്മൾ ഐ റൈറ്റ് എന്നാണ് എഴുതിയത്. അതിൽ ഐ ഡോണ്ട് റൈറ്റ് ഞാൻ എഴുതുന്നില്ല, യു ഡോണ്ട് റൈറ്റ് നിങ്ങൾ എഴുതുന്നില്ല, ദേ ഡോണ്ട് റൈറ്റ് അവർ എഴുതുന്നില്ല, വി ഡോണ്ട് റൈറ്റ് ഞങ്ങൾ എഴുതുന്നില്ല. ഇനി റൈറ്റിന് പകരം റീഡ് എന്നാണെങ്കിൽ ഐ ഡോണ്ട് റീഡ്, യു ഡോണ്ട് റീഡ്, ദേ ഡോണ്ട് റീഡ്, വി ഡോണ്ട് റീഡ്. ഇനി നമുക്ക് ഹി, ഷീ, ഇറ്റ് അത് സബ്ജക്റ്റ് ആകുമ്പോൾ എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഹി ഡസ് നോട്ട് റൈറ്റ്, ഹി ഡോണ്ട് റൈറ്റ് അല്ല, ഹി ഡസ് നോട്ട് റൈറ്റ്. ഷീ ഡസ് നോട്ട് റൈറ്റ്, ഇറ്റ് ഡസ് നോട്ട് റൈറ്റ്. അവൻ എഴുതുന്നില്ല, അവൾ എഴുതുന്നില്ല, ഇത് എഴുതുന്നില്ല. നോട്ട് എന്നുള്ളതിന് ഷോർട്ടാക്കി നമുക്ക് ഡസിൻറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഐ ആം നോട്ട് റൈറ്റിംഗ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല, യു ആർ നോട്ട് റൈറ്റിംഗ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല, ദേ ആർ നോട്ട് റൈറ്റിംഗ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല, വി ആർ നോട്ട് റൈറ്റിംഗ് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. ഓക്സിലറി വേർബിന് ശേഷം നോട്ട് ചേർത്താൽ നമുക്ക് കണ്ടിന്യൂസ് ടെൻസിൽ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം. സബ്ജക്റ്റ് ഹി ആണെങ്കിൽ ഹി ഈസ് നോട്ട് റൈറ്റിംഗ് അവൻ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. ഷീ ഈസ് നോട്ട് റൈറ്റിംഗ് അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് റൈറ്റിംഗ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നിൽ നമ്മൾ ഇസ് എന്ന ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസിന് ശേഷം നോട്ട് എന്ന് ചേർത്താൽ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. ഇനി പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് നോക്കാം. ഐ ഹാവ് റിട്ടൺ ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിൽ പറയുന്നത്. ഞാൻ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല എന്നാക്കണമെങ്കിൽ ഐ ഹാവിൻറ്റ് റിട്ടൺ ഇംഗ്ലീഷ്. ഹാവിൻ്റെ കൂടെ നോട്ട് എന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഹാവ് നോട്ട് എന്നുള്ളത് ഷോർട്ടാക്കി നമുക്ക് ഹാവിൻറ്റ് എന്ന് പറയാം. ഐ ഹാവിൻറ്റ് റിട്ടൺ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. യു ഹാവിൻറ്റ് റിട്ടൺ ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. ദേ ഹാവിൻറ്റ് റിട്ടൺ ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. വി ഹാവിൻറ്റ് റിട്ടൺ ഇംഗ്ലീഷ് ഞങ്ങൾ ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. സോ ഈ കേസിലെല്ലാം ഓക്സിലറി വേർബ് ഹാവ് ആണ്. ഹാവിനോട് കൂടി നോട്ട് ചേർത്ത് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. ഇനി സബ്ജക്റ്റ് ഹി ആണെങ്കിൽ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം. ഹി ഹാസിൻറ്റ് റിട്ടൺ ഇംഗ്ലീഷ്, ഷീ ഹാസിൻറ്റ് റിട്ടൺ ഇംഗ്ലീഷ് അവൾ ഇംഗ്ലീഷ് എഴുതിയിട്ടില്ല. ഇറ്റ് ഹാസിൻറ്റ് വർക്ക്ഡ് ഇത് വർക്ക് ചെയ്തിട്ടില്ല. ഹി, ഷീ, ഇറ്റ് ഇത് മൂന്നുമാകുമ്പോൾ ഓക്സിലറി വേർബ് ഹാസ് ആണ്. ഹാസിനോട് കൂടി നോട്ട് ചേർത്ത് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. ഹാസ് നോട്ട് എന്നുള്ളത് ഷോർട്ടാക്കി നമുക്ക് ഹാസിൻറ്റ് എന്ന് പറയാം.
ഇനി എങ്ങനെയാണ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഐ ഹാവിൻറ്റ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നില്ല. യു ഹാവിൻറ്റ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നില്ല. ദേ ഹാവിൻറ്റ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നില്ല. വി ഹാവിൻറ്റ് ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നില്ല. ഈ 4 കേസിലും നമുക്ക് ഹാവ് ആണ് ഓക്സിലറി വേർബ്. ആ ഹാവിനോട് കൂടി നോട്ട് ചേർത്താൽ ഹാവ് നോട്ട് അല്ലെങ്കിൽ ഹാവിൻറ്റ് എന്നാക്കി മാറ്റിയാൽ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാം. ഇനി സബ്ജക്റ്റ് ഹി ആകുമ്പോൾ നമുക്ക് എങ്ങനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഹി ഹാസിൻ ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നില്ല. ഹി ഹാസിൻ ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. ഷീ ഹാസിൻ ബീൻ റൈറ്റിംഗ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടേയിരിക്കുന്നില്ല. ഇറ്റ് ഹാസിൻ ബീൻ വർക്കിംഗ്. ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നില്ല. സോ ഈ 3 കേസിലും നമ്മൾ ഹാസ് എന്ന ഓക്സിലറി വേർബാണ് ഉപയോഗിക്കുന്നത്. ഹാസിനോട് കൂടി നോട്ട് ചേർത്താൽ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. ഹാസ് നോട്ട് എന്നുള്ളതിനെ ഷോർട്ടാക്കി നമുക്ക് ഹാസിൻറ്റ് എന്ന് പറയാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ പ്രസൻറ്റ് ടെൻസിൻ്റെ റിവിഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രസൻറ്റ് ടെൻസ് ഇപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ലെങ്ത് ഓൾറെഡി ഓവർ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഓരോ ടെൻസിനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ പ്ലീസ് നിങ്ങൾ ആ വീഡിയോ പോയിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടെൻസിലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. 4 വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് എന്താണെന്ന് പഠിക്കാം. സിമ്പിൾ പാസ്റ്റ് എന്താണെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ്.